ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെയിൽവേയുടെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്, കേരളത്തിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ റെയിൽവേയിലാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒരു നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2024 ജനുവരി 20 മുതലാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 ഫെബ്രുവരി 19 വരെയാണ്. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ 5696 ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഒഴിവ് വന്നിട്ടുള്ളത്. ടോട്ടൽ 70 ഒഴിവാണ് വന്നിരിക്കുന്നത്. ശമ്പളം 19,900 രൂപയാണ് ലഭിക്കുക. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLCയും, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മിൽറൈറ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് മെക്കാനിക്, മെക്കാനിക് വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, അർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ, AC എന്നീ ട്രേഡുകളിൽ ഒന്നിലുള്ള ITIയും അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLCയും മേൽപ്പറഞ്ഞ ട്രേഡുകളിൽ ഒന്നിൽ ആക്ട് അപ്രന്റീസ്ഷിപ്പും അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLCയും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനുകളിലോ ത്രിവത്സര ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഡിപ്ലോമയ്ക്ക് പകരം ഇതേ വിഷയങ്ങളിലെ എഞ്ചിനീയറിംഗ് ബിരുദവും പരിഗണിക്കുന്നതാണ്. ശാരീരിക യോഗ്യത ദൂരക്കാഴ്ച കണ്ണട കൂടാതെ 6/6ഉം സമീപകാഴ്ച കണ്ണട കൂടാതെ 0.6ഉമാണ്. കൂടാതെ മികച്ച കാഴ്ച ശക്തിയും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും വയസ്സിളവ് ലഭിക്കുന്നതാണ്. വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതകൾക്കും 5 വർഷത്തെ ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്കും റെയിൽവേയിലെ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D ജീവനക്കാർക്കും അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്കും വയസ്സിളവിന് അർഹതയുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ 2 ഘട്ടങ്ങളിലായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, കമ്പ്യൂട്ടർ അധിഷ്ഠിത അഭിരുചി പരീക്ഷ, സർട്ടിഫിക്കറ്റ് പരിശോധന, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. SC/ST, OBC, EWS വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ സംവരണം ഉണ്ടായിരിക്കും. ഇനി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 1ാം ഘട്ടത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയും സ്ക്രീനിംഗ് ടെസ്റ്റായിട്ടാണ് ഉണ്ടായിരിക്കുക. പരീക്ഷയ്ക്ക് 1 മണിക്കൂറാണ് സമയം. 75 ചോദ്യങ്ങളാണ് വരുന്നത്. ശരി ഉത്തരത്തിന് 1 മാർക്കാണ്. ആകെ 75 മാർക്കാണ് ഉണ്ടായിരിക്കുക. തെറ്റുത്തരത്തിന് 1/3 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ജനറൽ, EWS വിഭാഗക്കാർക്ക് 40%, OBC വിഭാഗക്കാർക്ക് 30%, SC 30%, ST 25% എന്നിങ്ങനെയാണ് 1ാം ഘട്ട പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ട മാർക്ക്. ഒബ്ജക്റ്റീവ് മാതൃകയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് എന്നിവ ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. 2ാം ഘട്ടത്തിലെ പരീക്ഷാ പാറ്റേണും സിലബസും നോക്കുകയാണെങ്കിൽ പാർട്ട് A, പാർട്ട് B എന്നിങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. പാർട്ട് A പരീക്ഷ 90 മിനിറ്റാണ് സമയം. 100 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. പാർട്ട് B പരീക്ഷ 1 മണിക്കൂറാണ്. ടോട്ടൽ 75 ചോദ്യങ്ങളാണ് വരുന്നത്. ഇങ്ങനെ ടോട്ടൽ പരീക്ഷാ സമയം 2 മണിക്കൂറും 30 മിനിറ്റുമാണ് ഉണ്ടായിരിക്കുക. ടോട്ടൽ 175 ചോദ്യങ്ങളാണ് വരുന്നത്. തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നിവ ആസ്പദമാക്കിയാണ് പാർട്ട് Bയിലെ ചോദ്യങ്ങൾ വരുന്നത്. ഇതിലേക്കൊരു അപേക്ഷ ഫീ വരുന്നുണ്ട്. വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും SC/ST വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും മതന്യൂനപക്ഷങ്ങൾക്കും 250 രൂപയാണ് പരീക്ഷാ ഫീ വരുന്നത്. മറ്റുള്ളവർക്ക് 500 രൂപയാണ് പരീക്ഷാ ഫീ ഉണ്ടായിരിക്കുക. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടതെന്ന് നോക്കാം. തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 21 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളിൽ CN 01/2024 എന്ന വിജ്ഞാപന നമ്പറിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ച മാതൃകയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് www.rrbtiruvananthapuram.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഫെബ്രുവരി 19 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.